ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 1 റീഡിംഗ് സിനിമ പേപ്പറിനകത്ത് മൊഡ്യൂൾ 3 അഡാപ്റ്റേഷനെ പറ്റിയിട്ടും അഡാപ്റ്റേഷൻ തിയറിയും ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളുടെ ബേസിക് ടേംസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 സിനിമ ഈ മൊഡ്യൂളിൽ കേസ് സ്റ്റഡി പോലെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിരിക്കേണ്ടതും എന്നാൽ അഡാപ്റ്റേഷൻ തിയറിയായിട്ട് ബന്ധമുള്ളതുമായിട്ടുള്ള 3 മൂവീസാണ്. അതിലൊന്നാണ് വിധേയൻ. ഈ മൂവിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അഡാപ്റ്റേഷൻ തിയറിയുമായിട്ട് ഈ മൂവിക്കുള്ള ബന്ധം എന്താണെന്നൊക്കെ. വിധേയൻ 1994. ആദ്യം ബേസിക് ഡീറ്റെയിൽസ് നോക്കിപ്പോവാം. വിധേയൻ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. റിലീസ് ഇയർ വന്നിട്ട് 1994. ലാംഗ്വേജ് മെയിൻ കാസ്റ്റിൽ വരുന്നത് മമ്മൂട്ടി ആസ് ഭാസ്കര പട്ടേലർ, ആർ ഗോപകുമാർ ആസ് തൊമ്മി. ഈ രണ്ടുമാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇതിലാണെങ്കിൽ ഭാസ്കര എന്ന് റോൾ ചെയ്തതിന് മമ്മൂക്കിക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ദെൻ ജോൺറെ ആർട്ട് സിനിമ ഓർ സൈക്കോളജിക്കൽ സോഷ്യൽ ഡ്രാമ. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഈ സിനിമ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർട്ട് സിനിമ എന്നും പറയാം, എന്നാൽ സൈക്കോളജിക്കൽ സോഷ്യൽ ഡ്രാമ, സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഒരാളുടെ സൈക്കോളജീനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും പറയാൻ പറ്റും. ഇനി ഇത് അഡാപ്റ്റ് ചെയ്ത ഒരു മൂവിയാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നുമാണ് ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വന്നത് നോക്കാം. ലിറ്റററി സോഴ്സ്: വിധേയൻ ഈസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ദി മലയാളം ഷോർട്ട് സ്റ്റോറി ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും. മറന്നു പോരുത്, നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിലും ഏതിൽ നിന്നുമാണ് വിധേയൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും. പോൾ സക്കറിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ദ ടൈറ്റിൽ ഓഫ് ദി ഫിലിം വിധേയൻ മീനിങ് ദി സബ്മിസീവ് വൺ. ഇപ്പോൾ മലയാളത്തിൽ വിധേയൻ എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ടിരിക്കുന്നവൻ, നമ്മുടെ താഴെ നമ്മുടെ കീഴിലുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനായവൻ അല്ലെങ്കിൽ അടിമയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാളാണ് വിധേയൻ. ഇറ്റ്സെൽഫ് സിഗ്നൽസ് അടൂർ ഗോപാലകൃഷ്ണൻസ് ഇൻ്റർപ്രറ്റീവ് ഷിഫ്റ്റ് ഫ്രം ദി ഒറിജിനൽ ടെക്സ്റ്റ്. അപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്നും എന്തൊക്കെയോ ഒരു ഷിഫ്റ്റുകൾ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അബൌട്ട് ദി ഒറിജിനൽ സ്റ്റോറി, പോൾ സെക്കറിയ സ്റ്റോറി ഈസ് റിട്ടൺ ഇൻ ദി ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് സിനിമ മാത്രമായിട്ടല്ല, നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കഥയും വായിച്ചിട്ടുണ്ടാവണം, എന്നിട്ട് നമ്മൾ സിനിമയും കണ്ടിട്ടുണ്ടാവണം. അപ്പോഴാണ് കഥ സിനിമയായപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവാൻ പറ്റുക. കഥയിൽ വരുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ നിന്നുമാണ് കഥ എഴുതിയിട്ടുള്ളത്. ഒരാൾ കഥ നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലാണ് കഥ എഴുതിയിട്ടുള്ളത്. ടോൾഡ് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് തൊമ്മി, എ സബ്മിസീവ് സെർവൻറ്റ് മാർക്ക്ഡ് ബൈ ഐറണി, ഡാർക്ക് ഹ്യൂമർ ആൻഡ് സറ്റയർ. അപ്പോൾ തൊമ്മി എന്ന് പറയുന്ന വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു അടിമ പോലെ ജീവിക്കേണ്ടി വരുന്ന തൊമ്മിക്ക് തൊമ്മിയുടെ ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന ആ ഒരു മുതലാളി അല്ലെങ്കിൽ ജന്മി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, അനുഭവിക്കുന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തൊമ്മിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുമാണ്, ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് കഥ എഴുതിയിട്ടുള്ളത്. പക്ഷേ കഥയ്ക്കത് ഫുള്ളും ഐറണിയും ഡാർക്ക് ഹ്യൂമർ സറ്റയർ. അപ്പോൾ പറയുന്ന എല്ലാം അനുസരിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു കഥ പറയുമ്പോൾ തൊമ്മി അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അയാളെ പുച്ഛിക്കുന്ന ലെവലിൽ ആണ് കഥ വരുന്നത്. ഫോക്കസ്ഡ് ഓൺ എക്സ്പോസിങ് ദ അബ്സർഡിറ്റി ആൻഡ് ക്രൂവൽറ്റി ഓഫ് ഫ്യൂഡൽ പവർ. അപ്പോൾ ഒരു ജന്മി വ്യവസ്ഥയും അതിൽ വരുന്ന ക്രൂരതകളും ഒക്കെയാണ് കഥയുടെ ഉള്ളിൽ വരുന്നത്. ദ സ്റ്റോറി പോർട്രേസ് ഭാസ്കര പട്ടേലർ ആസ് എ ടിറാനിക്കൽ ലാൻഡ് ലോർഡ്, ബട്ട് ഇറ്റ് ഓൾസോ ക്രിട്ടിക്കലി ക്രിട്ടിക്സ് ദ സെർവൻസ് വില്ലിങ്നെസ് ടു സബ്മിറ്റ്, മേക്കിംഗ് ഒബീഡിയൻസ് ഇറ്റ് സെൽഫ് എ മോറൽ പ്രോബ്ലം. കഥയിൽ നമ്മൾ നോക്കിയാൽ തൊമ്മി എന്ന് പറയുന്ന അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇനി ഭാസ്കര പട്ടേലറുണ്ട്. അപ്പോൾ ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന ജന്മി, അദ്ദേഹത്തിൻ്റെ പവർ കാണിക്കുന്നത് തൊമ്മീനെ എത്രത്തോളം അടിച്ചമർത്താൻ പറ്റും, അല്ലെങ്കിൽ തല്ലുക, ആഹാരം കൊടുക്കാതിരിക്കുക, കാശ് കൊടുക്കാതിരിക്കുക, കവലയിൽ ആൾക്കാരുടെ മുന്നേ വെച്ച് ഉപദ്രവിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ജന്മിയാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇയാൾ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആൻസറില്ല. എനിക്ക് അവനെ അടിക്കാൻ പറ്റും, ഞാൻ അടിച്ചാൽ ഇവൻ നിന്ന് കൊള്ളും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടിറനി, വെറുതെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപദ്രവിക്കുന്ന ഒരാളായിട്ടാണ് ഭാസ്കര പട്ടേലറിനെ കഥയിൽ കാണിക്കുന്നത്. ഈ കഥയിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അടിയെല്ലാം കൊള്ളാൻ തൊമ്മി അവിടെ നിന്ന് കൊടുത്തിട്ടല്ലേ. അങ്ങനെ ഒരു മോറൽ പ്രോബ്ലവും കൂടെ. ഇപ്പോൾ നമ്മളെ ആര് തല്ലണം, തല്ല് കൊള്ളണമോ വേണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അങ്ങനെ തീരുമാനിക്കാനുള്ളൊരു പവർ തൊമ്മിക്കുണ്ടോ? ഇതൊക്കെയാണ് ആ കഥയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇനി കഥ സിനിമയാകുമ്പോഴത്തേക്കും വന്ന മാറ്റങ്ങളൊന്ന് നോക്കാം. മാറ്റങ്ങൾ സിനിമയിൽ എന്താണെന്ന് ആദ്യം നോക്കാം. The film follows Tommy, a migrant laborer who becomes the loyal servant of Bhaskara Patelar, a violent feudal lord ruling a remote border village. സിനിമയാകുമ്പോഴത്തേക്കും ഒരു ജന്മി, കഥയിൽ ജന്മിയാണെന്നുള്ളത് ഒഴിച്ച് സിനിമയിലെത്തുമ്പോഴേക്കും ഒരു വില്ലേജിനെ ഫുള്ള് ഭരിക്കുന്നത് ഭാസ്കര പട്ടേലറായിട്ട് മാറുന്നുണ്ട്. അതായത് ആ നാട്ടിൽ എന്ത് നടക്കണം, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കേണ്ടത് എല്ലാം തീരുമാനിക്കുന്നത് ഭാസ്കര പട്ടേലറായിട്ട് മാറുന്നുണ്ട്.
അപ്പോൾ ഭാസ്കര പട്ടേലറിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എന്ത് ചെയ്താലും കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പറഞ്ഞാലും നിന്ന് കൊടുക്കുന്ന ഒരാളായിട്ട് ഉള്ളതാണ് തൊമ്മി. പട്ടേലർ എക്സൈസ് അബ്സല്യൂട്ട് അതോറിറ്റി ത്രൂ ഫിസിക്കൽ വയലൻസ്. തൊമ്മീനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ദെൻ ദർ ഇസ് ഓൾസോ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. തൊമ്മീൻ്റെ ഭാര്യനെ ഉപദ്രവിക്കുന്നുണ്ട്, റേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് അത്രത്തോളം തൊമ്മീനെ മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. അതായത് നിനക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഞാനാണ് നിൻ്റെ മുതലാളി, അല്ലെങ്കിൽ ഞാനാണ് നിൻ്റെ ഉടമ എന്നുള്ളൊരു രീതി തന്നെയാണ് പറയുന്നത്. അപ്പോൾ വൈഫിനെ അവരെ ഉപദ്രവിക്കുന്ന ഒരു സീനൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ദെൻ സൈക്കോളജിക്കൽ ടെറർ, സൈക്കോളജിക്കലി പേടിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നിനക്ക് പോകാൻ തോന്നുന്നുണ്ടോടാ, നീ എൻ്റെ അടുത്ത് നിന്ന് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ, ആ ഒരു ലെവലിൽ ഉപദ്രവിക്കുന്നുണ്ട്. തൊമ്മി ഒബേസ് എവറി കമാൻഡ് വിത്തൗട്ട് പ്രൊട്ടസ്റ്റ് ഈവൻ വെൻ ഇറ്റ് ഇൻവോൾവ്സ് ബ്രൂട്ടാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്. തൊമ്മി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൊമ്മി അത് കേൾക്കുന്നുണ്ട്, ഒരു പ്രൊട്ടസ്റ്റും ഇല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ഒന്നുമില്ല. എത്ര ബ്രൂട്ടലായിട്ട്, എത്ര ഒരു നീതി ന്യായവും ഇല്ലാത്തുള്ള ഉപദ്രവമാണെങ്കിൽ പോലും അതെല്ലാം സഹിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഗ്രാജുവലി ദ ഫിലിം റിവീൽസ് ഹൗ സബ്മിഷൻ എനേബിൾസ് ടിറനി, മേക്കിംഗ് ദ സർവൻറ്റ് കോംപ്ലിസിറ്റ് ഇൻ ഒപ്രഷൻ. അപ്പോൾ സിനിമ തീരുന്ന സമയത്ത് ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന ആളിനി ഇല്ല. പക്ഷേ തൊമ്മിക്ക് ഇനി ഒരു ലൈഫില്ല. തൊമ്മിയുടെ ലൈഫ് ഫുള്ള് ഭാസ്കര പട്ടേലറിൻ്റെ ഉപദ്രവത്തിലൂടെയാണുള്ളത്. അത്രയും അറ്റാച്ച്ഡായി കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു സബ്മിസീവ് എന്നുള്ള നിലയിൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ല. രാവിലെ എണീക്കുക, ഇയാളുടെ അടി കൊള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാര്യവും തൊമ്മിക്ക് ഇല്ലാണ്ട് പോയി. ഇനി നമുക്കിതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാം. അപ്പോൾ നമ്മുടെ സിനിമ തീരുന്ന സമയത്ത് ഈ തൊമ്മി ഇനി തൊമ്മിക്കിനി ഒന്നും ചെയ്യാനില്ല. പട്ടേലർ എന്ന് പറയുന്ന ആളില്ലെങ്കിൽ തൊമ്മി എന്ന് പറയുന്ന ആളിനി ഇല്ല. തൊമ്മി മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷനും തൊമ്മിയുടെ മുന്നിലില്ല എന്നുള്ളിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ദെൻ ടെക്സ്റ്റ് വേഴ്സസ് ഫിലിം എ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇനി നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാം. നരേറ്റീവ് വോയിസ്. ടെക്സ്റ്റിൽ നമ്മുടെ ഷോർട്ട് സ്റ്റോറിയിലാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. തൊമ്മി നരേറ്റ്സ് ഹിസ് ലൈഫ് വിത്ത് ഭാസ്കര പട്ടേലർ. തൊമ്മിയാണ് കഥ പറയുന്നത്. വളരെ ഐറണിക്കലായിട്ട്, സറ്റയറായിട്ട്, ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കഥ ചെറുകഥയിൽ വന്നിട്ടുള്ളത്. തൊമ്മീസ് അപ്പാരൻറ്റ് ഇന്നസെൻസ് എക്സ്പോസസ് ദ ക്രുവൽറ്റി ഓഫ് ഫ്യൂഡൽ പവർ ഇൻഡയറക്ട്ലി. അപ്പോൾ എന്നെ ഉപദ്രവിക്കാവുന്നതാണ്, കാരണം എൻ്റെ ജന്മിയാണ് എന്നുള്ള ഒരു വളരെ ഇന്നസെൻ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഞാനും ഒരു മനുഷ്യനാണ്, എന്നെ ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടെ തൊമ്മിക്ക് ഇല്ല. ഇനി നമ്മുടെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നോ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ഓർ വോയിസ് ഓവർ. ഒരാളും കഥ പറയുന്നില്ല, ഫസ്റ്റ് പേഴ്സൺ നരേഷൻ അല്ല. നമുക്ക് സിനിമ ഏറ്റവും എടുത്ത് കാണിച്ചു തരികയാണ് എന്താണെന്നുള്ളത്. തൊമ്മി ഈസ് മോസ്റ്റ്ലി സൈലൻറ്റ്. അപ്പോൾ കഥയിൽ എപ്പോഴും സംസാരിക്കുന്ന, നടക്കുന്ന സന്ദർഭങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് തൊമ്മിയാണ്. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോഴേക്കും തൊമ്മിക്ക് ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല. ഡയലോഗുണ്ട്, പക്ഷെ എപ്പോഴും സൈലൻ്റാണ്. എന്തെങ്കിലും ചോദിച്ചിട്ട് 1 or 2 തവണ ചോദിച്ചിട്ട് നീ ആൻസർ ഉത്തരം പറയടാ എന്ന് പറയുമ്പോഴാണ് ആൻസർ പറയുന്നത്. അതും നല്ല രീതിക്ക് തെറിയൊക്കെയാണ് തൊമ്മിനെ കൂടുതലും പറയുന്നത്. മീനിങ് ഈസ് കൺവേർഡ് ത്രൂ വിഷ്വൽസ്, ജെസ്റ്റേഴ്സ് ആൻഡ് പോസസ്. കൂടുതലും ആർട്ട് സിനിമയാണെന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നത് ഡയലോഗിനേക്കാളും കൂടുതൽ വിഷ്വൽസ് കാണിച്ചിട്ടാണ്. അവിടെ നടക്കുന്ന ക്രൂരതകളാവട്ടെ, ഈവൻ ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. നമ്മുടെ ഭാസ്കര പട്ടേലർ ഒരു ചുമരിൻ്റെ താഴെയായിട്ട് ഇരിക്കുന്നുണ്ട്. ചുമരിൽ 2 കൊമ്പിൻ്റെ ഒരു ഇമേജ് വരും. ഇപ്പോഴും ഈ ഒരു ഇമേജ് ആദ്യം വരുന്നത് ഈ 1994 ഈ ഒരു മൂവിയിലാണ്. ഇതിന് ശേഷം ഡെവിൾസ് ഹോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമേജിനാണ് ഡെവിൾസ് ഹോൺ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് സിനിമകളിൽ പിൽക്കാലത്ത് ഇത് യൂസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്രയും മൃഗീയമായ, പൈശാചികനായ, ഡെവിളായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ആ ഒരു വിഷ്വൽ ഇമേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ആ ഒരു സെറ്റിങ്ങിൽ തന്നെ ജന്മി കുടുംബമാണ്, പാവപ്പെട്ടൊരു ഭാര്യയാണ്. ഇനി ആ തൊമ്മി വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിലൂടെ വിഷ്വലി ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഈ ഒരു സിനിമ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഥയിൽ ഡയലോഗ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഡയലോഗില്ല, വിഷ്വലിയാണ് സിനിമയിൽ പറയുന്നത്. ഡിഫറൻസ് വരുന്നത്, അപ്പോൾ ലിറ്ററേച്ചർ റിലൈസ് ഓൺ ലാംഗ്വേജ് ആൻഡ് ഐറണി, സിനിമ റിലൈസ് ഓൺ സയൻസ് ആൻഡ് വിഷ്വൽ സൈക്കോളജി. അപ്പോൾ സാഹിത്യത്തിൽ, ചെറുകഥയിൽ ഡയലോഗും ലാംഗ്വേജും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയിൽ വരുമ്പോൾ അത് ഇമേജാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ടോൺ ആൻഡ് മൂഡ് നോക്കാം. ടെക്സ്റ്റിൽ വളരെ ഡാർക്ക്ലി ഹ്യൂമറസ് ആൻഡ് സർക്കാസ്റ്റിക് ആണ്. കോമഡി പോലെ തല്ല് കിട്ടുന്നത് പോലും കോമഡി ആയിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. പട്ടേലേഴ്സ് ക്രുവൽറ്റി ഓഫൻ അപ്പിയേഴ്സ് അബ്സർഡ്. ഇനി കഥയിൽ നോക്കുമ്പോൾ എന്തിനാ തല്ലുന്നത്, വളരെ അബ്സർഡായിട്ട് വെറുതെ ഇരിക്കുന്നു, തല്ലുന്നു, പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു കഥ ആയിട്ട് പിടിച്ചു വയ്ക്കുന്നില്ല. ദ സറ്റർ റെഡ്യൂസസ് ദ ടിറൻ ടു എ ഗ്രൊട്ടസ്ക് ഫിഗർ. അപ്പോൾ ഈ ഒരു സറ്റർ, ആക്ഷേപഹാസ്യം കാണിക്കുമ്പോൾ തന്നെ ഒരു ടിറൻ്റായിട്ടുള്ള, വളരെ അതിക്രൂരനായിട്ടുള്ളൊരു മനുഷ്യനെ എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവാതെ ഒരു ചെറിയൊരു രീതിയിൽ വെറുതെ അടി ഉണ്ടാക്കിയിട്ട് പോകുന്നു എന്നുള്ള അപ്സെറ്റ് ഫിഗറായിട്ട് നമ്മുടെ കഥയിൽ മാറുന്നുണ്ട്.
പക്ഷേ സിനിമയിലെത്തുമ്പോഴേക്കും അത് വളരെ ഗ്രിം, ഇൻറ്റൻസ് ആൻഡ് ഡിസ്റ്റർബിങ്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. വെറുതെ ഒരാളെ ഇങ്ങനെ തല്ലുന്നുണ്ട്, ബിക്കോസ് ഹി ക്യാൻ, എനിക്ക് അടിക്കാൻ പറ്റും, ഞാനൊരു പുരുഷനാണ്, പൗരുഷമുള്ളവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടുമൊക്കെ ഒരാളെ ഉപദ്രവിക്കുക, കൊന്നു കളയാൻ മടിക്കാണ്ടിരിക്കുക, അങ്ങനെ നമുക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമർലെസ്. ഇനി കഥയിലുള്ളതുപോലെ ഒരു ഹ്യൂമറും സിനിമയ്ക്കകത്ത് വരുന്നില്ല. ഇനി സിനിമയ്ക്കകത്ത് നമ്മുടെ ഭാസ്കര പട്ടേലിൻ്റെ റോള് ചിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പേടിയാവുന്നത്. വയലൻസ് ഈസ് സ്ലോ, റോ ആൻഡ് സൈക്കോളജിക്കലി ഹെവി. കാണിക്കുന്ന വയലൻസ് വളരെ സ്ലോ ആയിട്ട് പതിയെയാണ് ഈ ഒരു വയലൻസ് കാണിച്ചു തരുന്നത്. പക്ഷേ റോ ആണ്. അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു എഡിറ്റഡ് വേർഷൻ പോലെ നമുക്ക് തോന്നത്തില്ല. കറക്റ്റ് ആ ഒരു തല്ല് പിടിക്കുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ദെൻ സൈക്കോളജിക്കലി ഹെവി, വളരെ ഹെവി ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഡാമേജ് കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊമ്മിയുടെ വൈഫിനെ പോയി ഉപദ്രവിക്കുന്നതാണെങ്കിലും തൊമ്മിക്കൊന്നും ചെയ്യാനില്ല. തൊമ്മിക്ക് എന്താ ചെയ്യാനുള്ളത്? അയാളെ പോയി ഉപദ്രവിക്കാൻ പറ്റില്ല, വൈഫിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പിന്മേൽ കൊണ്ടുവരുന്ന വൈഫിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് എന്തുമാത്രം, ശാരീരികമായിട്ട് തളർത്തുന്നതിനേക്കാളും മാനസികമായിട്ട് അത്രയും വലിയ രീതിയിൽ തളർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് അഡാപ്റ്റേഷനിലൊരു ഷിഫ്റ്റ് വരുന്നത്. നമ്മുടെ ബുക്കിൽ ചെറുകഥയിലാണെങ്കിൽ സത്യർ, ആക്ഷേപഹാസ്യം ഉപയോഗിക്കുമെങ്കിൽ ഇവിടെ ട്രാജിക് റിയലിസം, ആ ഒരു ദുരന്തമായിട്ട് കാണിക്കാനാണ് സിനിമ ഇഷ്ടപ്പെടുന്നത്. ഇനി ക്യാരക്ടറൈസേഷൻ ഓഫ് ഭാസ്കര പട്ടേലർ നോക്കാം. ടെക്സ്റ്റിൽ ഭാസ്കര പട്ടേലർ വളരെ എക്സെൻട്രിക്, ക്രൂവൽ ആൻഡ് അൺപ്രഡിക്റ്റബിൾ, ഓഫൻ അപ്പിയേഴ്സ് റിഡിക്കുലസ് ഡ്യൂ ടു ടൊമ്മീസ് ഐറണിക്കൽ നരേഷൻ. ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ എക്സെൻട്രിക് ആയിട്ട്, ഈഗോ പിടിച്ചിട്ട് തൻ്റെ കാര്യം മാത്രം നോക്കുന്നത്, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, എന്തിനാ തല്ലുന്നതെന്ന് പോലും മനസ്സിലാവാത്ത ക്രൂവലായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തൊമ്മി എന്നെ ഇന്ന് അടിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് കൈ കഴിച്ചു, അതുകൊണ്ട് നിർത്തി, ആ ഒരു രീതിയിൽ പറയുമ്പോഴേക്കും നമുക്ക് കുറച്ച് റിഡിക്കുലസ് ആയിട്ട് ഇയാളെ തോന്നാറുണ്ട്, ഇയാളെന്ത് മനുഷ്യനാണെന്ന് തോന്നാറുണ്ട്. ഹിസ് അതോറിറ്റി സ്മോക്ക് ത്രൂ ലാംഗ്വേജ്. അപ്പോൾ കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അതോറിറ്റി, അല്ലെങ്കിൽ ഞാനാണ് നിൻ്റെ ഉടമ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ മോക്ക് ചെയ്യാൻ, ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല. പട്ടേലർ ഈസ് ടെറിഫൈങ് ആൻഡ് ഡോമിനൻ്റ്. ഒരു ഒറ്റ പോയിന്റിൽ പോലും നമുക്ക് പട്ടേലറുമായിട്ട് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പട്ടേലറിനെ ന്യായീകരിക്കാനോ തോന്നത്തില്ല. അത്രയും ദുഷ്ട കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഹിസ് ഫിസിക്കൽ പ്രസൻസ്, വയലൻസ് ആൻഡ് ഗേസ് എസ്റ്റാബ്ലിഷ് പവർ. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് തന്നെ, നേരത്തെ പറഞ്ഞ ഒരു ഡെവിൾസ് ഹോൺ ആവട്ടെ, അല്ലെങ്കിൽ ആ കസേരയിൽ നിൽക്കുന്നത് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഒരു ഭീകരനായിട്ടുള്ള രൂപി എന്ന് പറയുന്നത് ഭീകരമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു മീശ ആവട്ടെ, പല്ല്, ചിരി, മുറുക്കാൻ ചവയ്ക്കുന്നത്, വോയിസ്, കുറേ തെറിയ വാക്കൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നിന്ന് വിറയ്ക്കുന്ന കണക്കിന് അത്രയും ഭീകരമായിട്ടാണ് ആ സിനിമയിൽ വരുന്നത്. ഈവൻ ഗെയ്സ്, നോട്ടം പോലും പവർഫുള്ളായിട്ട് പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ ഇരിക്കുന്നത്. വൾണറബിലിറ്റി അപ്പിയേഴ്സ് ഓൺലി ബ്രീഫ്ലി, മേക്കിംഗ് ഹിം മോർ ഹ്യൂമൻ യെറ്റ് മോർ ഫ്രൈറ്റനിങ്. അപ്പോൾ സിനിമയുടെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും കുറച്ചൊന്ന് വൾണറബിൾ ആവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അപ്പോഴും ഇദ്ദേഹം ഇയാൾ മനുഷ്യനായിരുന്നല്ലേ എന്ന് ആ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അല്ലാത്തടത്തോളം അത്രയും ദുഷ്ടനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഇനി അതിൻ്റെ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ദ ടെക്സ്റ്റ് അണ്ടർമൈൻസ് അതോറിറ്റി ത്രൂ ഐറണി. അപ്പോൾ ടെക്സ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡോമിനൻസിനെ ആക്ഷേപഹാസ്യം കാണിച്ച് ഒന്ന് കുറയ്ക്കുന്നുണ്ടെങ്കിൽ സിനിമ ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ അത് വിഷ്വൽ ഡോമിനൻസിലൂടെ കാണിക്കുന്നുണ്ട്. ദെൻ ക്യാരക്ടറൈസേഷൻ ഓഫ് തൊമ്മിയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ ടെക്സ്റ്റിൽ നെയ്വ് ആൻഡ് ലോയൽ, വളരെ പാവപ്പെട്ട, ഇന്നസെൻ്റ് ആയിട്ട് എന്നാൽ വിശ്വസ്തനാണ്. ഈസ് ഒബീഡിയൻസ് ഈസ് നരേറ്റഡ് കാഷ്വലി, ഓൾമോസ്റ്റ് ജോക്കിംഗ്ലി. അപ്പോൾ ഞാൻ അടിമയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കോമഡി രൂപത്തിലാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ദ ഐറണി ലൈസ് ഇൻ ഹിസ് അൺക്വസ്റ്റ്യനിങ് സബ്മിഷൻ. ടെക്സ്റ്റിൽ ആക്ഷേപഹാസ്യം വരുന്നത് തൊമ്മിക്ക് ഇത്രയും അഭിപ്രായങ്ങളുണ്ട്, ജീവിതത്തിനെ പറ്റിയ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ജീവിതത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സബ്മിഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബുക്കിൽ കാണുന്നത്. പക്ഷേ സിനിമയിൽ എത്തുമ്പോഴേക്കും വളരെ ഫിയർഫുൾ, ഹെസിറ്റൻ്റ് ആൻഡ് സൈക്കോളജിക്കലി ട്രാപ്ഡ്, പേടിച്ചരണ്ട് നിൽക്കുന്ന, എന്ത് ചെയ്യാനും മടിയുള്ള, എന്നാൽ മാനസികമായിട്ട് പട്ടേലേറെ വിട്ടു പോകാനും പറ്റില്ല, അത്രത്തോളം അടിമപ്പെട്ടു പോയി, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് തൊമ്മീനെ കാണിക്കുന്നത്. ഹിസ് സൈലൻസ് സജസ്റ്റ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്. എപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ്. മിണ്ടാൻ എനിക്ക് അവകാശമുണ്ടോ എന്ന് സംശയമുള്ള ഒരാളാണ് തൊമ്മി. ആകെ നമ്മൾ കുറച്ച് കാണുന്നത് ഏറ്റവും അവസാനം തൊമ്മി കരയുന്നൊരു രംഗമുണ്ട്. അത് മാത്രമാണ് തൊമ്മിയുടെ വോയിസ് ഒരല്പമെങ്കിലും ഒച്ചത്തിൽ കേൾക്കുന്നത്. ഹി ഗ്രാജുവലി അപ്പിയേഴ്സ് മോറലി കോംപ്ലിസിറ്റ്, നോട്ട് ഇന്നസെൻറ്റ്. കുറേ കഴിയുമ്പോഴത്തേക്കും മോറലി പ്രശ്നമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് ഇന്നസെൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം വളരെ നിഷ്കളങ്കനായിട്ട് അവിടെ നിന്ന് അനുഭവിക്കുന്ന ആളല്ല. വേറൊരു വഴിയില്ല.
അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കീ ഡിഫറൻസ് വരുന്നത് ഒരു കോമിക് നരേറ്ററിൽ നിന്നും വളരെ പേടിയുള്ള ഒരു ട്രാജിക്കലി ദാരുണമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് സിനിമയിൽ വരുന്നത്. ഇനി വയലൻസ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ എന്താണ് വയലൻസിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്യൂഡൽ ലൈഫിൽ ഇതൊക്കെ സാധാരണമാണ് എന്നുള്ളൊരു രീതിയിലാണ് ടെക്സ്റ്റിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും വയലൻസ് വളരെ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് അത് മാറുന്നുണ്ട്. ഓഡിയൻസിന് വളരെ ബ്രൂട്ടലി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൗണ്ടിൻ്റെയും സൈലൻസിൻ്റെയും ഒരു പ്രത്യേക രീതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാസ്കര പട്ടേലർ വളരെ ഒച്ചത്തിൽ വോയിസ് ഉപയോഗിച്ച് കമാൻഡ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന തൊമ്മിയുടെ ക്യാരക്ടർ വളരെ സൈലൻസ്, കുറച്ച് ഡയലോഗുകൾ ഇല്ല, ഓ തമ്പ്ര എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് മാത്രം പോകുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. നമുക്കൊരു ബുക്കിൽ വായിക്കുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ. പക്ഷെ സിനിമയിൽ കാണുമ്പോൾ അതൊരു വിഷ്വൽ ഷോക്കായിട്ട് മാറുന്നുണ്ട്. ഇനി സെറ്റിങ്സിൻ്റെ ഒരു യൂസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിച്ചു പോകുന്നുണ്ട് ഏതാ സ്ഥലം എന്ന് കാണിക്കുന്നു. പക്ഷേ ടെക്സ്റ്റിൻ്റെ മെയിൻ ഫോക്കസ് ഈവൻസിനെ പറ്റി പറയുക, അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ചെറുകഥയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത്. പക്ഷേ സിനിമയിൽ എത്തുമ്പോഴത്തേക്കും ആ ഒരു ലാൻഡ്സ്കേപ്പ് സെൻട്രൽ ടു മീനിങ് ആണ്. ഈ ഭാസ്കര പട്ടേലർ ഉള്ള ആ ഒരു സ്ഥലം, ആ ഒരു ബോർഡർ വരുന്ന ഒരു കന്നഡ ബോർഡർ കൂടി വരുന്നുണ്ട്. അവിടമാണ് ഈ കഥയുടെ ഒരു സെൻട്രൽ മീനിങ് തരുന്നത്. എന്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ഐസൊലേറ്റഡ് ബോർഡർ വില്ലേജ്, ലോലെസ്നെസ്, അവിടെ നിയമവും നീതിയും ഒന്നുമില്ല. ഭാസ്കര പട്ടേലർ എന്ത് പറയുന്നു അതാണ് നിയമം, നീതി. പിന്നെ ഒരു ഫ്യൂഡൽ സ്റ്റാഗ്നേഷൻ, ഫ്യൂഡൽ പ്രഭു അല്ലെങ്കിൽ ആ ഒരു ജന്മി എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു ധാരണ. മോറൽ ഡീക്കെ, വളരെ മോറലി ഒരു രീതിയിൽ നല്ല അല്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഫിസിക്കൽ സ്പേസ് ബിക്കംസ് എ സിമ്പിൾ ഓഫ് പവർ ആൻഡ് ഐസൊലേഷൻ. അഡാപ്റ്റേഷൻ ടെക്നിക്ക് കൊണ്ടുവന്നത് ആ ഒരു സ്പേസിനെ തന്നെ ഏറ്റവും കൂടുതൽ ഒരാളിനെ ഉപദ്രവിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പിലേക്കാണ് സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഒരു ആംബിഗ്വിറ്റിക്ക് ഒരു റിഫ്ലക്ഷൻ ഉള്ളൊരു സ്ഥലം ഇട്ടിട്ടുണ്ട്. മേ ബി ഇനി തൊമ്മി രക്ഷപ്പെടാം എന്നൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു മോറൽ എംപ്റ്റിനെസ് ആണ്, ഒരു സമാധാനം ഒന്നുമില്ല. ഭാസ്കര പട്ടേലർ മരിച്ചു, ഇനി തൊമ്മിക്ക് ചിലപ്പോൾ ഒരു ലൈഫില്ല, അയാളും കൂടി ആ ഒരു സൈക്ലിക് നേച്ചർ ഓഫ് ഒപ്രഷനിൽ പോവും, എന്നെ ഉപദ്രവിക്കാൻ ഇനി ആളില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള നിലവിൽ അയാൾ മരിക്കാനുള്ള സാധ്യതയാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇനി അഡാപ്റ്റേഷനിൽ എന്തൊക്കെ തീംസാണ് കൂടുതൽ കാണിക്കുന്നത്? ഫ്യൂഡലിസം, ആ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥ, ഒബീഡിയൻസിൻ്റെ ഒരു സൈക്കോളജി, നമ്മളൊരാളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ മറന്നു, അത് കാണിക്കുന്നുണ്ട്. ദെൻ മോറൽ കോംപ്ലിസിറ്റി ഓഫ് സബ്മിസീവ്നെസ്, അനുസരിക്കുന്നവൻ അയാളുടെ മനസ്സിൽ പോകുന്ന ഒരു മോറൽ കോംപ്ലിസിറ്റി, ഞാൻ എല്ലാം അനുസരിച്ചിട്ട് ഇത് മാത്രം അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ സോഷ്യൽ സിസ്റ്റം, ആ ഒരു ജന്മി കുടിയാൻ വ്യവസ്ഥയുടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രീതി. ദെൻ ഡീഹ്യൂമനൈസേഷൻ ഓഫ് ബോത്ത് ഒപ്രസർ ആൻഡ് ഒപ്രസ്ഡ്, ഒപ്രസ് ചെയ്യുന്ന ആളും മനുഷ്യനല്ലാണ്ടാവുന്നുണ്ട്, ഒപ്രസ്ഡ് ആവുന്ന ഈ അനുസരിക്കുന്ന സെർവൻറ്റും അയാളും മനുഷ്യനല്ലാണ്ടാവുന്നുണ്ട്, അയാളെയും മനുഷ്യനായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റിനകത്ത് പറയുന്ന എല്ലാ തീംസും സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി യൂണിവേഴ്സലായിട്ട് പേടിപ്പിക്കുന്ന രീതിയിലാണ് സിനിമയിലത് കാണിച്ചിട്ടുള്ളത്. ഇനി വിധേയൻ അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ സിഗ്നിഫിക്കൻസ്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും ഒരു ലിറ്ററൽ റീപ്രൊഡക്ഷൻ അല്ല. എന്താണോ കഥയിൽ എഴുതിയിട്ടുള്ളത് അത് വരിയോട് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് സിനിമയാക്കി വെച്ചിരിക്കുകയല്ല. പകരം ഇതൊരു റീ ഇൻ്റർപ്രിട്ടേഷനാണ്. പോൾ സക്കറിയുടെ കഥ വായിച്ചിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ മനസ്സിൽ വരുന്ന രീതിയിലുള്ളൊരു കഥ അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. ദെൻ ആ തീമാറ്റിക് എക്സ്പാൻഷൻ, എന്തുകൊണ്ട് പട്ടേലർ ഭരിക്കുന്നു, എന്താണ് ആ നാടിൻ്റെ പ്രത്യേകത, ഇതെല്ലാം പുതിയൊരു രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദെൻ ആ ഷിഫ്റ്റ് ഫ്രം നരേറ്റീവ് ഐറണി ടു വിഷ്വൽ ട്രാജഡി, ഐറണിക്കലി എഴുതിയിട്ടുള്ള ഒരു വർക്കിൽ നിന്നും അത് വർക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റർബിംഗ് ആവില്ല, പക്ഷേ സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണത്. അപ്പോൾ ഇറ്റ് എക്സംപ്ലിഫൈസ് ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ. സോ ഇതൊരു ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ ആണ്. ആ ഒരു സിനിമ ലിറ്ററേച്ചറിനെ റീഷേപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ എന്നുള്ള പേര് മറന്നു പോകരുത്. അപ്പോൾ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക, നമുക്കൊരു 2 മാർക്കിനൊക്കെ എഴുതി വയ്ക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഒരു വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് പോൾ സക്കറിയയുടെ ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും വിധേയൻ എന്ന സിനിമയാക്കി അടൂർ ഗോപാലകൃഷ്ണൻ എടുത്തു വെച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരനായിട്ടൊരു വില്ലനായിട്ട് ഭാസ്കര പട്ടേലറിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്ത്യൻ സിനിമയിൽ തന്നെ, ഇന്ത്യൻ ആർട്ട് സിനിമയുടെ തന്നെ ഒരു വൺ ഓഫ് ദി ഫൈനസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് വിധേയൻ. അത്രേ ഉള്ളൂ.
സിനിമ കണ്ടിട്ടുള്ളവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് എഴുതി സമയം കളയരുത്. ഇങ്ങനെ മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതി പോവുക. പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.